ബീഫിനെ കുറിച്ചുള്ള സംസാരമുണ്ട്. അത് കേരളത്തിലാണ് ബീഫ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ബീഫ് എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റിലൊക്കെ കാളയും പോത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ അതിനെ പശുവിനെയും കൂടെ വെട്ടിക്കൊന്ന് കഴിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു 90% ഹിന്ദു ഫാമിലിയിലും ഇപ്പോഴും ബീഫ് ഉണ്ടാക്കാറില്ല, കഴിക്കാറില്ല. ബാക്കി 10% ആളുകൾ കഴിക്കുമായിരിക്കും. എനിക്കൊക്കെ ഓർമ്മയുള്ളപ്പം മുതൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ബീഫ് ഉണ്ടാക്കാറുമില്ല, ബീഫ് മേടിച്ചിട്ടുമില്ല. ഞാനിപ്പോഴും എനിക്ക് 53 വയസ്സായി, ഇതുവരെ ഞങ്ങളിവിടെ ബീഫ് ഉണ്ടാക്കാറില്ല, കഴിക്കാറുമില്ല. അത് നമ്മൾക്ക് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം പശുവിനെ ഒരു ഗോമാതാവ്, നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം പാലും നെയ്യും വെണ്ണയും കൃഷിക്ക് വേണ്ട ചാണകവും മൂത്രവും എല്ലാം തരുന്നൊരു ഒരു മൃഗമായതുകൊണ്ട് അതിനെ നമ്മൾ ഗോമാതാവായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ പശുവിനെ ആരും കട്ട് ചെയ്ത് കഴിക്കാറില്ല. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളിൽ 10% കഴിക്കുമെന്നുള്ള ഉറപ്പാണ്. 90% ഹിന്ദുക്കളും പശുവിനെ കഴിക്കത്തില്ല, അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളും പശുവിനെ കഴിക്കുന്നവരല്ല, ബീഫ് കഴിക്കുന്നവരാണെന്ന് ആരും വെറുതെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഒരുവിധമുള്ള ഫാമിലിയിൽ ആരും പശുവിനെ ഇപ്പോഴും കഴിക്കാറില്ല. അപ്പം ഹിന്ദുക്കൾ മൊത്തം കഴിക്കുമെന്ന് ആരും പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരാളുകളും കഴിക്കേണ്ടവർ കഴിക്കട്ടെ, കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കഴിക്കണ്ട. ആരെയും നിർബന്ധിച്ച് കഴിക്കാൻ ഞങ്ങളോട്ട് നിങ്ങളെ ആരും സമ്മതിപ്പിക്കത്തുമില്ല.